ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിംഗിൾ ഹോഗ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ്. അതിൻ്റെ അടിയിൽ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പോകുന്നത് സാബത്ത് ഷാപ്പ് മാർക്കറ്റ്. പിന്നെ അതെന്ന് പറയുന്നത് നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ബട്ടനാണ് ആ ഒരു ബട്ടൺ. പിന്നെ നമ്മൾ സാബത്ത് മാർഷയ്ക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ഞാനും ചേച്ചിയാണ് പോകുന്നത്. ചേച്ചിയുണ്ട്, പപ്പയുണ്ട്. അവിടെ കുറേ ദൂരം ഉണ്ട് കേട്ടോ. കുറച്ചുണ്ട്. അപ്പോൾ പപ്പ വണ്ടിമേ ആക്കാമെന്നാണ് പറഞ്ഞത്. എന്നാണ് ഞങ്ങൾ അതിന് പോകുമായിരുന്നു. പിന്നെ വണ്ടികൾക്കൊക്കെ ഞാൻ താഴ്ച കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഒരു രീതിയിലെത്തി. പിന്നെ നാട്ടിലെ നമ്മളെ നെസ്റ്റോ അങ്ങനെയുള്ളത് പോലെ ഇവിടെ ലിഡിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലിഡിലെ റേറ്റ് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും കുറവായിരിക്കും സാബിത ഭാഷയിൽ. സാബിത ഭാഷ എന്ന് പറയുന്നത് സാറ്റർഡേ മാർക്കറ്റല്ലോ. സാറ്റർഡേ മാർക്കറ്റൊന്നും ഇല്ല, സാറ്റർഡേ മാത്രമേ അത് തുറക്കുള്ളൂ കേട്ടോ. പാവപ്പെട്ടവരൊക്കെ വന്നിട്ട് അവരവിടെ കൃഷി ചെയ്യുന്ന ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കുന്നത് അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. സിമ്പിളായിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു ബെഞ്ചിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ എനിക്ക് കമ്പനി ആയിക്കോട്ടെ എന്ന് കരുതിയായിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് സമയം കളയുന്നതാണ്. പിന്നെ അവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അത് കാണുന്നത് ബീഫ് കട. ഓരോന്നും ബീഫിൻ്റെ സോസേജ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയാണ് ആ ഒരു കട കേട്ടോ. അങ്ങനെ നമുക്കിനി കുറച്ച് നേരം ഇരിക്കണം. എന്നിട്ട് ഗൈസ് ഞാനിപ്പോൾ വണ്ടിമ്മ കയറിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ വണ്ടിമ്മ കയറിയിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ചുണ്ട്. നമ്മൾ ഇന്നും കാണുന്ന വഴിയില്ലല്ലോ പഠിക്കൽ കയറത്തിൽ. ഇനി ഞാൻ നോക്കി, പപ്പയാണ് അവിടെ ഇരിക്കുന്നത് ഗൈസ്. പിന്നെ കുറേ ആൾക്കാർ പോകേണ്ട സൈഡിലുള്ളതെന്ന് പറയുന്നത് വേസ്റ്റ് കല്ലുകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഓരോ മതിലുകളാണ് ആ കാണുന്നത്. വേസ്റ്റ് കല്ലുകളില്ലേ, ആ കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ മതിൽ ഉണ്ടാക്കുക. അതിൻ്റെ മതിൽ ഞാൻ ലാസ്റ്റായിട്ട് ക്ലിപ്പിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പെറ്റാലിക്ക പറയുന്ന ഒരു കുഞ്ഞു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതായത് വില്ലേജിൻ്റെ പേരായിരിക്കും, നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അവിടേക്ക് എത്തുകയാണ് ഗൈസ്. ഇതിപ്പോൾ ഞാൻ നിന്ന് ഇറങ്ങി. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പൈസ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടുത്തെ സോൾജേഴ്സ് അഗ്രികൾച്ചറിൻ്റെ ഇതാണ് അടിയിൽ കണ്ടോ ഗൈസ്. ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് അവരുടെ ഇതാണ്. അത് നമുക്ക് ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ATM ആണ്. അങ്ങനെ ഗൈസ് നമ്മൾ കയറുകയാണ്. അപ്പോൾ കുറച്ച് നടക്കുമ്പോൾ നമ്മൾ കുറേ വണ്ടികളും ഓരോന്നും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കുകയാണ്. സോറി ഗൈസ്, ഞാൻ വീഡിയോ കാണിക്കാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഉണ്ടാവുമായിരിക്കില്ല. ഇത് പറയുന്നത് ബോയ്സിൻ്റെ ചെരുപ്പുകളാണ്. ചെരുപ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബോയ്സിന് മാത്രമല്ല ഗേൾസിനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെരുപ്പുകളല്ല കേട്ടോ, ഷൂസാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെരുപ്പുകളുള്ളത്. പിന്നെ കുറച്ച് ക്ലോത്ത്സ്. ഇത് ഇവിടുത്തെ ഒരു എക്സിബിഷൻ പോലെയാണ്. റൈറ്റ് സൈഡിലായിട്ട് വെജിറ്റബിൾസും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വഴി എടുത്തിട്ട് അങ്ങനെ എങ്ങോട്ട് പോകണം. സൈഡിൽ മുഴുവനും ഡ്രസ്സാണ്, സ്ലീവ്ലെസ് ഡ്രസ്സ്. പിന്നെ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു ക്യാറ്റാണ്. ഇത് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് കത്തുന്ന കണ്ണാട, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലൈറ്റ് കത്തുന്നതേ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചതായിരിക്കും. പക്ഷേ ലൈറ്റ് കത്തുന്നതേ ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കി. പിന്നെ ഇതിപ്പോഴത്തെ ഫേവറേറ്റ് ആൾ ലബൂബുമാണ്. ലബൂബു ഉണ്ടായിരുന്നു പിന്നവിടെ. പിന്നെ നമ്മളെ കുറച്ച് ടൂൾസ്, പിന്നെ ബാറ്ററീസ്, വാളറ്റ്സ്, പിന്നെ ബെൽറ്റ്സ്, അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സസ്, സ്ലീവ്ലെസ്സും, പിന്നെ ടോയ്സ്, ബുക്സ്, ലബൂബു ഇതേരിക്കൊരു, പിന്നെ ഡ്രസ്സസ്, ലബൂബിൻ്റെ ഡ്രസ്സും ലബൂബിൻ്റെ ക്യാപ്പും അങ്ങനെ എല്ലാം ഉണ്ടായത്. പിന്നെ വീണ്ടും ഷൂസും. പിന്നെ ആൾക്കാരെ സൈഡിലായിട്ട് ഇങ്ങനത്തെ പ്രിൻ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാട്ടുപുലീനെ കണ്ടോ ഗൈസ്. പുലീനെ കണ്ടിട്ട് വെച്ചതെന്ന് കേട്ടോ ഈ ഒരു ക്ലിപ്പ്. എന്നിട്ട് പേടിയൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾ കണ്ട് പേടിക്ക് കുറച്ച് നേരത്തേക്ക് എന്ന് കരുതി. പിന്നെ സൈഡിലുള്ള ക്യാപ്സൊക്കെ ലബൂബു, പോർച്ചുഗൽ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സൈഡിലായിട്ട് ഇത് ഈ ഗേൾസിൻ്റെ ചെരുപ്പ്. വീണ്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ചെരുപ്പും പിന്നെ ഡ്രസ്സസ് അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സൈഡിലെത്തി ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടാട്ടോ ഇടുന്നത് ഡ്രസ്സൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു പാൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചില്ല, പ്രത്യേകിച്ച് ട്രൗസറൊക്കെ അല്ലേ, നമുക്ക് ആവശ്യമില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട്. പിന്നെ ഞാൻ ഇതുപോലെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചിങ്ങോട്ട് പോകുമ്പോൾ കുറേ ഡ്രസ്സസ് പിന്നെ കാര്യങ്ങൾ ഇതുണ്ടായിരുന്നു. ഇത് പിള്ളേരുടെ ഡ്രസ്സസ്സാണ്. ഞാൻ നോക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ. നെക്സ്റ്റ് ഡേ പോകുമ്പോൾ നമുക്ക് വീണ്ടും നോക്കണം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ ജേഴ്സീസ്,
പിന്നെ നമ്മൾ നെറ്റ് വെയേഴ്സ് ഇല്ല കേട്ടോ, പാൻ്റ് ആൻഡ് ടോപ്പായിട്ട് സെറ്റ് ആയിട്ടുള്ളതുണ്ട്, അതും ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു €1 അതിൻ്റെ മൂന്നെണ്ണം വാങ്ങിച്ച €1 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പുകൾ, വീണ്ടും ചെരുപ്പുകളാട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ചെരുപ്പുകളും ഡ്രസ്സസും മാത്രമാണ് ഉള്ളത്. ടോയ്സ് ആ ഫ്രണ്ടിൽ മാത്രമാണ് കണ്ടത്. പിന്നെ ഞാൻ കുറേ ഇതൊക്കെ കണ്ടു, സോക്സസ്. പിന്നെ വീണ്ടും ഓരോന്നും കണ്ടു. പിന്നെ ഓരോ ബാഗ്സ് കണ്ടു. പിന്നെ നമ്മൾ വീണ്ടും പോയി. പിന്നെ നമ്മൾ സൈഡിലായിട്ട് സ്വിമ്മിങ് ഡ്രസ്സസ്, ബാഗ്സ് വീണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് മറ്റേ ലെഹങ്കയെല്ലാം മറ്റേത് ഗൗണ് അങ്ങനത്തെ ടൈപ്പൊക്കെ ചിലതുണ്ടാവും. ഇതിപ്പോൾ ബോയ്സിൻ്റെ ഡ്രസ്സായിട്ടുണ്ട്. ബോയ്സിന് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ബോയ്സിന് മാത്രമല്ല ഗേൾസിനാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഞാൻ അതൊക്കെ കണ്ട് കുറേ അതിശയിച്ച് പോയി ഗൈസ്. അങ്ങനെ ഞാനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ 3 ആൾക്കാരുണ്ട്. ഇത് എനിക്ക് പറ്റിയ ഡ്രസ്സാണ് നോക്കി, പക്ഷെ അതായിരുന്നില്ല ഗൈസ്. ഞാൻ വെറുതെ ചമ്മിപ്പോയി. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ നോക്കി, ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുമല്ലോ, അങ്ങനെ ഞാൻ നോക്കി. അങ്ങനെ കേസ് വീണ്ടും അതുപോലെ കുറച്ച് ഡ്രസ്സസൊക്കെയാണ് കാര്യങ്ങളായിരുന്നു. അപ്പോൾ കുറേ എന്നിട്ട് പറയാം, കുറേ ഷീറ്റ് മീൻസ് ബെഡുകൾ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചവിട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ലീവ്ലെസ് ഡ്രസ്സസ് ആട്ടോ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കുറേ ചെരുപ്പുകൾ, ക്രോക്സ് ഉണ്ടായിരുന്നു. ക്രോക്സ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്വിമ്മിങ് പൂളിലൊക്കെ പൂലപ്പിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്രോക്സ് കാര്യങ്ങൾ. എന്നിട്ട് അതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയപ്പോൾ കുറേ ആൾക്കാരുടെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് സൈഡിലേക്കായിട്ട് കത്തികളുണ്ടായിരുന്നു. ഈ അപ്പാപ്പനൊക്കെ ഞങ്ങളെ കുറേ വിറ്റുണ്ടായിരുന്നു, വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സൈഡിൽ ഇതുപോലെ കുറേ ഡ്രസ്സസ് ആയിരുന്നു ഗൈസ്. ഞങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവാണ്. ഇതൊരു എക്സിബിഷൻ പോലെയാണ് കേട്ടോ ഗൈസ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. പിന്നെ കത്തി നല്ല മോശമുള്ള കത്തി കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണാട പോലെയാണ് അത് ഉള്ളത് കേട്ടോ. കത്തി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഞെട്ടും. കത്തി, സ്പൂണ്, പിന്നെ എന്നിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫോർക്ക് കേട്ടോ.